തമിഴ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ള പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ, ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യങ്ങളിൽ നിന്നുള്ള പൊളിറ്റിയുടെ ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ പൊളിറ്റിയുടെ കാര്യമായ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പോലും അത് വിടാതെ പഠിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മുടേത്. അപ്പോൾ 56/2025 അതുപോലെ തന്നെ 72/25 അതേപോലെ തന്നെ 38/24 ക്വസ്റ്റ്യൻ പേപ്പറുകളും അതോട് ഒന്നും രണ്ടും ഘട്ടങ്ങളുടെ ചോദ്യങ്ങളും നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ദീർഘകാലമായ അല്ലെങ്കിൽ ഒരു വലിയ കണ്ടൻറ്റുകൾ വായിച്ചു തീർക്കാൻ സമയം എടുക്കാതെ തന്നെ ഈ ഒരാഴ്ച നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. പ്രിലിംസാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? പ്രസ്താവന 1, 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ശരിക്കും എന്താണ്? ഇതിലേതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയുള്ളത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഓൾ ദി അബവ് ആണ് നമുക്ക് വരുന്നത്. കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം എന്താണ്? 52ാം ഭേദഗതിയാണെന്ത്? കൂറുമാറ്റ നിരോധന നിയമം. 52ാം ഭേദഗതി വന്ന അല്ലെങ്കിൽ ഇത് പാസ്സാക്കിയ വർഷം ഏതാണ്? 52ാം ഭേദഗതി പാസ്സാക്കിയ വർഷം ഏതാണ്? 1985 ആണ്. 1985 കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി പാസ്സാക്കിയ വർഷം, അല്ലേ? അത് രാജീവ് ഗാന്ധി ഉള്ളപ്പോഴാണ്, രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണത് പാസ്സാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി 52ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം ചോദിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റണം? കൂറുമാറ്റ നിരോധന നിയമമാണെന്ത്? 52ാം ഭേദഗതി എന്ന് പറയാൻ കഴിയണം. ഓക്കെ, 1985 52ാം ഭേദഗതി. ഇനി എന്താണ് 52ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? 10ാം പട്ടിക. 52ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടികയാണേത്? 10ാം പട്ടിക, 10ാം ഷെഡ്യൂൾ, 10ാം പട്ടിക എന്ന് പറയും. എങ്ങനെ നമുക്ക് 52 അല്ലേ, 10 ഇടത്തുണ്ട്, 10 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 5 × 2 എത്രയാണ്? 10. ഓക്കെ, 52ാം ഭേദഗതി 5 × 2 10ാം പട്ടിക. ഓർത്തിരിക്കാമല്ലോ, അപ്പോൾ മറക്കില്ല. കൂറുമാറ്റ നിയമം 1985, 52ാം ഭേദഗതി, 10ാം ഷെഡ്യൂൾ, അല്ലേ? ഇനി ഈ 52ാം ഭേദഗതി പ്രകാരം അല്ലേ എന്തൊക്കെ മാറ്റം സംഭവിച്ചു? ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുക? കൂറുമാറ്റം എന്തിനെക്കുറിച്ചാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂറുമാറുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂറുമാറുന്നു. അത് തടയാൻ കൊണ്ടുവന്ന, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു, ആ ആൾ എന്ത് ചെയ്യുന്നു? മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നു. അത് തടയാൻ കൊണ്ടുവന്ന ഭേദഗതിയാണെന്ത്? കൂറുമാറ്റ നിരോധന നിയമം, അല്ലേ? ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ജയിച്ചു, മന്ത്രിസഭാ അധികാരത്തിലേറി. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലല്ലേ? അപ്പോൾ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ചിട്ട് അല്ലേ ജയിച്ചു വന്നൊരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്നത് തടയാൻ, അങ്ങനെ കൂറുമാറുന്നത് തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതിയാണെന്ത്? 52ാമത്തെ ആയിട്ടുള്ള കൂറുമാറ്റ നിരോധന നിയമം. ഓക്കെ, അപ്പോൾ അതിന് പ്രകാരം എന്തൊക്കെ മാറ്റം സംഭവിച്ചു? എന്ത് സംഭവിച്ചു? അനുച്ഛേദം 102 മാറ്റം സംഭവിച്ചു. 102 എന്തായിരുന്നു? പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചുള്ളതായിരുന്നു. അതുപോലെ 191നും മാറ്റം സംഭവിച്ചു. ഓക്കെ, രണ്ടിനുമാണെന്ത് മാറ്റം സംഭവിച്ചിട്ട് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം നോക്കാം. ഈ കൂറുമാറ്റ നിരോധന നിയമം, അല്ലേ, 52ാം ഭേദഗതി, ഇതിനെ ബലപ്പെടുത്തുവാൻ, എന്ത് ചെയ്യണം? അങ്ങനെ വന്നതിനെ എന്താണ്? ഒന്ന് ബലപ്പെടുത്തുവാൻ വേണ്ടി വന്നൊരു ഭേദഗതി ഉണ്ട് ഇപ്പോൾ വീണ്ടും. ഏതാണത്? ഓർക്കാമോ? 5 × 2 10 - 1 9, അല്ലേ? 91. ഓക്കെ, 91. ഓക്കെ, അതും 10ൻ്റെ കളിയല്ലേ. 9 × 9 + 1 10, അല്ലേ?
10ൻ്റെ കളി. അപ്പോൾ 91-ാം ഭേദഗതിയാണെന്ത്? ഈ 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ വന്ന ഭേദഗതിയാണിത് 91-ാം ഭേദഗതി. ഓർക്കാമല്ലോ, 52 പഠിച്ചു, 1985 അറിയാം, 10 ഷെഡ്യൂളും അറിയാം അല്ലേ. ഈ കൂറുമാറ്റത്തിനെ അല്ലേ, ഈ ഭേദഗതിയെ 52-നെ ശക്തിപ്പെടുത്താൻ, ഒന്ന് ഉറപ്പിച്ചിരുത്താൻ വേണ്ടി വന്നിട്ടുള്ള ഭേദഗതിയാണെന്ത്? 91-ാം ഭേദഗതി എന്ന് പറയും അല്ലേ. അപ്പോൾ അതും എന്താണ്? 10 തന്നെയാണ്, ഷെഡ്യൂൾ 10 തന്നെയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് കേരളത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല എന്നൊരു സംഭവം കൂടി കൊണ്ടു. 91 പ്രകാരം എന്തു വന്നു? കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല എന്നുകൂടി വന്നു അല്ലേ. സംസ്ഥാന മന്ത്രിമാരെടുക്കും 12 വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 91 പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? 52-നെ എന്താണ് ഒന്ന് ഇരുത്താൻ, 52-നെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നാണ് 91 പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. വകുപ്പ് വൽക്കരണത്തിലെ 4 അടിസ്ഥാനങ്ങൾ 4PS എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാമാണ്? 4PS ഏതെല്ലാം? ഉദ്ദേശ്യം, സ്ഥാനക്കയറ്റം, പ്രക്രിയ, വ്യക്തികളുടെ സ്ഥലവും. ഇതിലേതാണ് 4PS എന്ന് പറയുന്നത്? ഏതാണ് 4PS എന്ന് പറയുന്നത്? ഏതാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് ഉദ്ദേശ്യം, പിന്നെ പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. 4PS എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവുമാണെന്ത്? 4PS എന്ന് അറിയപ്പെടുക. 4PS എന്ന് അറിയപ്പെടുക. ഓക്കെ. 4PS എന്ന് അറിയപ്പെടുന്നത് അതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം ഏതെല്ലാമായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, ഇപ്പോൾ എന്നുള്ളതായിരുന്നു 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയമെന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം. 73-ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. നാഗാലാൻഡ്, മിസോറാം, ജമ്മു ആൻഡ് കാശ്മീർ, മേഘാലയ. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം അതായത് നാഗാലാൻഡും മിസോറാം അതുപോലെ എന്താണ് മേഘാലയയും ഉണ്ടെന്നുള്ളതാണ്. നാഗാലാൻഡും മിസോറാം മേഘാലയയും ഉണ്ട് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ബാധകമല്ലാത്തത് നാഗാലാൻഡ്, മിസോറാം, ഓക്കെ, മേഘാലയ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എന്നാൽ എന്താണ് 73-ാം ഭേദഗതി? ഓക്കെ. 73-ാം ഭേദഗതി എന്താണെന്ന് അറിഞ്ഞു വെക്കുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ഇനി റിപ്പീറ്റ് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല അല്ലേ. പക്ഷേ എങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാൻ വേണമെങ്കിൽ 73-ാം ഭേദഗതി എന്താണെന്ന് അവർക്ക് ചോദിക്കാം. സോ അത് പഠിച്ചു വെച്ചേക്കാം. എന്താ 73-ാം ഭേദഗതി? അതായത് പഞ്ചായത്തി രാജ്. ഓക്കെ. അത് 73 ഓർക്കുമ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് വഴിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് 73-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 73-ാം ഭരണഘടനാ ഭേദഗതിക്ക് പഞ്ചായത്തുകൾ ബന്ധപ്പെടാൻ ചോദ്യം അതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ മുമ്പ് പഞ്ചായത്തുകളെ ബന്ധപ്പെട്ട അനുച്ഛേദമുണ്ട്. ഏതാണ് പഞ്ചായത്ത് പറയുമ്പോൾ അനുച്ഛേദം വരിക നമുക്കുള്ളത്? അനുച്ഛേദം എന്താണ്? പഞ്ചായത്തുകൾ രൂപീകരണത്തെക്കുറിച്ച് അനുച്ഛേദം ഏതാണ്? ഏതനുച്ഛേദമാണ്? ആർട്ടിക്കിൾ ഏതാണ് പറയുക? അനുച്ഛേദം ഏതാണ്? 40 ആണ്. ഓക്കെ. നമുക്കറിയാവുന്ന കാര്യം, 40 നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി ശരിക്കും എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കുന്ന ഭേദഗതിയാണെന്ത്? ഈ 73-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ഭേദഗതി അല്ലെങ്കിൽ ആർട്ടിക്കിൾ അനുച്ഛേദം ഏതാണ്? 40 ആണ്. പഠിച്ചു വെക്കാമല്ലോ. 40 ആണ് ആ അനുച്ഛേദമെന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ 73-ാം ഭേദഗതി പ്രകാരം അല്ലെ അതിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? ഏത് ഭാഗമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? 73-ാം ഭേദഗതിയിലൂടെ
ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? 9 ഭാഗം 9 കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം. ഓക്കെ അല്ലേ? ഭാഗം 9. ഓക്കെ, ഭാഗം 9. അപ്പോൾ അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? ഭാഗം 9 ആണെങ്കിൽ, ഇത് 9 എഴുതിയേക്കുന്നത്, 9 ആണെങ്കിൽ പട്ടിക ഏതാണ്? തിരിച്ചിട്ടാൽ മതി. 11-ാം പട്ടിക അല്ലേ? 11-ാം പട്ടിക. പട്ടിക 11 ഭാഗം 9. 7 3 10, പക്ഷേ 7 -2 ഇല്ലേ? 7 കൂട്ടിയിട്ട് 9 ആക്കിയാൽ മതി. ഓക്കെ. 73-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ഭാഗം ഏതാണ്? 9 ഭാഗമാണെങ്കിൽ പട്ടിക ഏതാണ്? 11. പട്ടിക 11 കേട്ടോ. പട്ടിക 11. നമുക്ക് റോമൻ ലെറ്ററൊക്കെ അറിയാമല്ലോ. ഇത് 9 ഇത് 11 നമുക്കറിയാം അല്ലേ? 73-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? 9. പട്ടിക ഏതാണ്? 11. 52-ൻ്റെ ഓർത്തിട്ട് നമ്മൾ അടുത്ത പഠിക്കുമ്പോൾ 73 പഠിക്കുന്നു. അപ്പോൾ നമുക്ക് ഓർത്തൊരു ഒരു കണക്ഷൻ വെച്ച് ഓർത്താൽ മതി. 11-ാം പട്ടിക. 52 10 അല്ലേ? അപ്പോൾ ഇത് 11-ാം പട്ടിക എന്നും അങ്ങനെ വേണേൽ ഓർത്തിരിക്കാം. അല്ലെങ്കിൽ 73-ൻ്റെ ഭാഗം 9 ഓർക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ പട്ടിക ഇത് വരുന്നു? 11 ഓർക്കാം. തിരിച്ചിട്ടാൽ മതിയല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഞ്ചായത്തി രാജ് അല്ലേ, കേരളത്തിൽ അതോട് തീർക്കാം. കേരളത്തിൽ പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഫെബ്രുവരി 19. ഫെബ്രുവരി 19 ബൽവന്തറായ് മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19 എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി, കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1994 ഏപ്രിൽ 23 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതെന്നാണ്? 1994 ഏപ്രിൽ 23. 2 പ്രാവശ്യം പറയുമെന്ന് വെച്ചാൽ അതിപ്പോഴങ്ങ് പഠിക്കുക, ഇനിയും പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് പറയുന്ന. ഓക്കെ. അപ്പോൾ 73 ഭേദഗതി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ഭേദഗതിയാണെന്ത്? 73-ാം ഭേദഗതി അല്ലേ? അതിൻ്റെ വരുന്ന അനുച്ഛേദം ഏതാണ്? 40 വരുന്നുണ്ട് അല്ലേ? അവിടെ വരുന്ന ഭാഗം ഏതാണ്? 9. പട്ടിക ഏതാണ്? 11 അല്ലേ? പിന്നെ ഇനി ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു, ഫെബ്രുവരി 19 പറഞ്ഞു. അതെന്താണ്? പഞ്ചായത്ത് ദിനം കേരളത്തിലെ. പിന്നെ വേറൊരു സംഭവം എന്താ? 1994 ഏപ്രിൽ 23 എന്താണ്? കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന ഡേറ്റാണ് 94 ഏപ്രിൽ 23. ഓക്കെ. അപ്പോൾ അത്രയും കൊണ്ട് അത് കഴിഞ്ഞു. 73-ാം ഭേദഗതി കഴിഞ്ഞല്ലോ. ഓക്കെ. നമുക്ക് പഠിക്കാനുള്ള ഭേദഗതി എന്ന് പറയുമ്പോൾ 52-ഉം 73-ഉം 91-ഉം 109-ഉം ഒക്കെ പഠിക്കാൻ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 2 തന്നെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തതെന്നാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. നമുക്കറിയാം, നവംബർ 26 അല്ലേ? അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കി അല്ലേ? അംഗീകരിച്ച നവംബർ 26 1949. നടപ്പിലാക്കി റിപ്പബ്ലിക് ആയതെന്നാണ്? ജനുവരി 26 1950. ഓക്കെ അല്ലേ? നമുക്കിവിടെ ഡേറ്റ് ഓർക്കാം. നല്ലവണ്ണം നമുക്ക് കിട്ടും ചെയ്യുന്നുണ്ട് അല്ലേ? കിട്ടും. നവംബർ 26 49. നെക്സ്റ്റ് ചോദ്യം. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? ഉത്തരം ഏതാണ്? വകുപ്പ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സംഭവം അല്ലേ? ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത്, ഓർത്താൽ മതി, ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? 356. അപ്പോൾ അടുത്ത വകുപ്പുകളൊക്കെ ഏതാണ്? അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 352 എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതാണെന്ത്? ഞാൻ എഴുതുന്നുമില്ല കേട്ടോ. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതാണെന്ത്? ആർട്ടിക്കിൾ 352 എന്ന് പറയുക. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണെന്ന് ആർട്ടിക്കിൾ 382 എന്ന് പറയില്ലേ? അപ്പോൾ 3 സാഹചര്യങ്ങൾ നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഭരണഘടനയ്ക്ക്. അതായത് യുദ്ധമുള്ള സമയത്ത്, രാജ്യത്ത് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, എക്സ്റ്റേണൽ അഗ്രഷനുള്ള സമയത്ത്, അതുപോലെ ആംഡ് റിബല്യൻ, അതായത് സായുധ വിപ്ലവങ്ങളുള്ള സമയത്ത് നമുക്ക്
ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 352 പ്രകാരം നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന് പറയാം. ഓക്കെ, 356 നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് 356 എന്ന് പറയുന്നത്. സംസ്ഥാന അടിയന്തരാവസ്ഥ പറയല്ലേ. അങ്ങനെ വരുമ്പോൾ മറ്റൊരു അടിയന്തരാവസ്ഥയും കൂടെ നമ്മൾ പഠിക്കാറുണ്ട്. ഏതൊരു അടിയന്തരാവസ്ഥ പഠിക്കാനുള്ളത്? 360 പഠിക്കാറില്ലേ? ഏതാണത്? 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. അറിയാമായിരിക്കും എല്ലാവർക്കും അല്ലേ? സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലേ. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ്. ആർക്കാണ്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റിന് അല്ലേ. അതായത് നമുക്ക് എപ്പോഴൊക്കെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും? ഒന്ന്, സാമ്പത്തിക സ്ഥിരതയില്ലായ്മ മൂലം പ്രഖ്യാപിക്കാൻ പറ്റും. 2, പൊതുകടം വർദ്ധിക്കുമ്പോൾ പ്രഖ്യാപിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു സംഭവം ഇതുവരെ വന്നിട്ടില്ലെന്നല്ലേ ഓർക്കുക. അപ്പോൾ 3 അടിയന്തരാവസ്ഥ ഇവിടെ നമുക്ക് എന്താ രാഷ്ട്രപതി ഭരണം വന്നത് എപ്പോഴായിരുന്നു? ആർട്ടിക്കിൾ 356 പ്രകാരമായിരുന്നു വന്നല്ലേ. ഈ 356 എന്തുകൂടിയായിരുന്നു പഠിച്ചത്? ഇപ്പോഴേ സംസ്ഥാന അടിയന്തരാവസ്ഥ കൂടിയാണ് അല്ലേ. പ്രസിഡന്റ് ഭരണം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതിനെ പ്രസിഡന്റ് ഭരണം എന്നറിയപ്പെടുന്നുണ്ട്. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്ത്? 356 എന്ന് പറയില്ലേ. അങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കാൻ സാധിക്കുക. അതാണ് 356 എന്ന് പറയില്ലേ. അങ്ങനെ ആർട്ടിക്കിൾ 356 ഭരണഘടനയുടെ കേട്ടോണേ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. ആർട്ടിക്കിൾ 356 ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തി, ഒരു മഹത് വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. അപ്പം അങ്ങനെ വരുമ്പോൾ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് 356 അല്ലേ. അപ്പോൾ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ മറ്റൊരു പേര് എന്ത് തന്നെയാണ്? ഈ പ്രസിഡന്റ് ഭരണം, രാഷ്ട്രപതി ഭരണം എന്നാണ്. ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക, മറക്കണ്ട, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സമയത്ത് നമുക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ, അതായത് ഈ രാഷ്ട്രപതി ഭരണം വരാം, ഏതൊക്കെ സമയത്ത് വരാൻ പറ്റും? ഒന്ന്, സംസ്ഥാന മുഖ്യമന്ത്രി രാജിവെക്കുകയും പുതിയതായി ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി രാജിവെക്കുകയും പുതിയതായി ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്യുമ്പോൾ പ്രഖ്യാപിക്കാം. പിന്നൊന്ന്, നിയമസഭാ ഇലക്ഷനിൽ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം വന്നാലും പ്രഖ്യാപിക്കാം. ഒന്നുകൂടി, ക്രമസമാധാന നില തകർച്ചയിലായതുകൊണ്ടോ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ പ്രസിഡന്റ് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടാലും ഈ 356 പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയൊക്കെ സംഭവിക്കുന്നു. ഓക്കെ ആണല്ലോ. 352 356 രാഷ്ട്രപതി ഭരണം ഓർക്കുക. 52 ദേശീയമാണ്. 56 അത് 4 വർഷം കൊണ്ട് ഓർത്താൽ മതി. 52 ദേശീയം, തൊട്ട് താഴെ 56 സംസ്ഥാനം. രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നു. 360 നമുക്ക് സാമ്പത്തികം. ആ ഒരു ഓർഡറിൽ 3 പഠിച്ചു വെച്ചാൽ ക്ലിയർ ആവും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ്. മിനി റിവിഷൻ എന്നറിയില്ല, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? 42ാം ഭേദഗതിയാണെന്ത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട് അല്ലേ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാടുണ്ട്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 17 താഴെ പറയുന്ന ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു? 17 അല്ലേ. 17 ഉത്തരം ഏതാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 17 നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ മറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കിയേക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണിത് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണിത്? ദുരവസ്ഥയാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ എന്ന് പറയുന്നതാണ് ദുരവസ്ഥയിലാണത് കുമാരനാശാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുമാരനാശാൻ്റെ കൃതി ഏതാണെന്ന്? ദുരവസ്ഥയാണെന്ന് കൂടി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഉത്തരവേതാണ്? പടയണി. ഓപ്ഷൻ പടയണി. അപ്പോൾ കടമ്മനിട്ട അല്ലേ, അനുഷ്ഠാന കല, കടമ്മനിട്ട, പടയണിയൊക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ചോദ്യം,
കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? സമത്വ സമാജം അല്ലേ, നമുക്കറിയാം അദ്ദേഹം ആരാണ് അല്ലേ, വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്, നമുക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന കാര്യം. നെക്സ്റ്റ് ചോദ്യം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിൽ നേടിത്തന്നത് ശ്രീ PJ ആൻ്റണിയാണ്. സിനിമ ഏതാണ്? ഉത്തരം ഏതാണ്? ഉത്തരം നിർമാല്യമാണ്. PJ ആൻ്റണി സിനിമ ഏതാണ്? നിർമാല്യം. അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. ഏത് സിനിമയാണ്? നിർമാല്യം എന്ന സിനിമ അല്ലേ, കണ്ടിട്ടുണ്ടാവും സിനിമയൊക്കെ. അപ്പോൾ PJ ആൻ്റണിയാണ് അല്ലേ, അദ്ദേഹത്തിന് PJ ആൻ്റണിക്ക് ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കൊടുത്ത അല്ലെങ്കിൽ നേടിക്കൊടുത്ത സിനിമ ഏതാണ്? നിർമാല്യം. നിർമാല്യം. അപ്പോൾ കണക്ഷൻ വരുമ്പോൾ ദേശീയ പുരസ്കാരം, PJ ആൻ്റണി, നിർമാല്യം എന്ന സിനിമ കൂടി കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം, അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ്? അല്ലേ, സമകാലീന മലയാള നോവൽ അമ്പയാണ് കേന്ദ്ര കഥാപാത്രം. അവിടെ ചോദ്യം ഏതാണ്? ഉത്തരം നമുക്കെന്ന് പറയാം സമുദ്രശില അല്ലേ, സമുദ്രശില അമ്പ കേന്ദ്ര കഥാപാത്രം വരുന്നതാണ് സമുദ്രശില അല്ലേ. നമുക്ക് ആരാച്ചാറിനെയൊക്കെ അറിയില്ല, ആരായിരുന്നു? KR മീരയുടെ അല്ലേ ആരാച്ചാറിനെയൊക്കെ വരുന്നത്. ഓക്കെ, അമ്പ അപ്പോൾ എന്താണ്? സമുദ്രശിലയാണ് കേന്ദ്ര കഥാപാത്രം. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓക്കെ, അപ്പോൾ മുസ്ലിംസ് ചോദിക്കുന്നത് പോലെ 25-ലും ചോദിച്ചിരുന്നു. ഓക്കെ, മുസ്ലിംസ് 2 ഘട്ടങ്ങളിലും ചോദിച്ചില്ലേ, അതേപോലെ ഇതും ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതേപോലെ കണക്ട് ചെയ്തൊരു സാധനമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഇവിടെയാണ്. ഉത്തരം നമുക്ക് എന്ത് പറയാൻ പറ്റും? കൊടുങ്ങല്ലൂരാണ്. ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരാണ്. ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരാണ്. ഒരെണ്ണം കൂടി, ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം നമ്മുടെ സിലബസിലുള്ളതാണ്. ദിനപത്രം ഏതാണത്? സ്വദേശാഭിമാനിയാണ്. ഏതാണത്? സ്വദേശാഭിമാനി. ഓക്കെ അല്ലേ, സ്വദേശാഭിമാനി. ഓക്കെ, കൗടില്യ മോഹങ്ങൾ സ്വദേശാഭിമാനിയുടെയാണ്. അപ്പോൾ വീണ്ടും ഇനിയും പൊളിറ്റിയിലേക്ക് ഞാൻ പോവുകയാണ്. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇന്നത്തേത് 38 72 ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് ആയിട്ടത് ഉത്തരങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് പോവാം. ഓക്കെ, അപ്പോൾ അത് വേണ്ടവർ 4 ദിവസമുണ്ട് ഇനി. അപ്പോൾ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ചോദ്യങ്ങൾ ഇതാണ്. ഇത് 72/25 തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നോക്കാം. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ സി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ് വൺ, ലോക്പാൽ. ഇത് സിവിക്സിൻ്റെ ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുക്കാനുവേണ്ടി എടുത്തതാണ്. സിവിക്സിൻ്റെ ഭാഗമാണ്, നമുക്കറിയാവുന്നതാണ്. നോക്കാവുന്ന, ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് പിനാക്കിയാണ്. പിനാക്കി ചന്ദ്രഘോഷ്. പാലിൻ്റെത് പിനാക്കിയായിരുന്നു ആദ്യത്തേത്. ഓർത്താൽ മതി, ലോക്പാലിൻ്റെത് ആരായിരുന്നു? പിനാക്കിയാണ് ആദ്യത്തേത്. ഓക്കെ, ലോക്പാലിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. 25 ക്വസ്റ്റ്യനാണ്, വീണ്ടും ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റിസ് പിനാക്കിയാണ് ചന്ദ്രഘോഷ് എന്ന് പറയാം. പിനാക്കിയാണ് ചന്ദ്രഘോഷ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം നമുക്കറിയാമല്ലോ അല്ലേ, 2005-ലാണ്. ക്വസ്റ്റ്യന്, ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്? ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചിത സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? ഉത്തരം ഏതാണ്? 6 മാസം അല്ലേ. നമുക്കറിയാം, എപ്പോഴും കണക്ഷൻ 6 മാസം മനസ്സിൽ വെച്ചേക്കണം എപ്പോഴും അല്ലേ. മറ്റ് പലതും 6 മാസത്തെ കണക്കുകളുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കണക്ക് വെച്ചേക്കുക. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്? 6 മാസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക.
ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക. തന്നിരിക്കുന്ന കോഡിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തുക. ചോദ്യം എന്തായിരുന്നു? ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്ത ഏതാണ്? അപ്പോൾ ഇത് 4ഉം വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ അല്ലേ? കറക്റ്റ് അറിയുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. ഉത്തരം നമുക്ക് എന്താണെന്ന് എഴുതാൻ പറ്റും. ഉത്തരം ഏതാണ്? 4ാമത്തത് മാത്രമാണ് ഉൾപ്പെടാത്തത്. ഓക്കെ, 4ാമത്തത് മാത്രമാണ് ഉൾപ്പെടാത്തത്. ക്വസ്റ്റ്യൻ വായിക്കും, വിജിലൻ്റ് ആയിരിക്കണം. ഉൾപ്പെടാത്തത് കണ്ട ഉൾപ്പെടാത്തത് തന്നെ വരയ്ക്കണം. ഓക്കെ, അവിടെ കാമാൻ കോയറ്റും വിജിലൻറ്റും ആയിരിക്കണം ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4ാമത്തതാണ് എന്തോ നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടല്ലേ. ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യുക. 4ാമത്തതാണ് ഉൾപ്പെടാത്ത കാര്യങ്ങൾ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് അല്ലേ? ഉൾപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കിടപ്പുണ്ടല്ലോ, നമുക്കൊന്ന് നോക്കി വെച്ചാലോ. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണെന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമ. ഇനി പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യണം. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവുമൊക്കെ വികസിപ്പിക്കണം. ഇത്രയും നമ്മുടെ മൗലിക കടമകളാണ് അല്ലേ? ഭരണങ്ങളിൽ പറഞ്ഞിട്ടുള്ള മൗലിക കടമകളാണ്. ഒന്ന് ഓർത്തോർത്ത് വെച്ചേക്കണം. ഏതൊക്കെ വഴികൾ എന്ത് ചെയ്യാം? തിരിച്ചു മറിച്ച് അവർ ചോദിക്കും അല്ലേ? ശാസ്ത്രീയ മനോഭാവമൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അപ്പം അതൊക്കെ ഒന്ന് വായിച്ച് അടുക്കി പെറുക്കി വെച്ചേക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഉത്തരം ഭാഗം 20. 2x ഉണ്ട് അല്ലേ? 20 അല്ലേ? ഓക്കെ, അറിയാഞ്ഞിട്ടല്ല കേട്ടോ. ഭാഗം 20 ആണ്. ഭാഗം 20 ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടി അല്ലേ? എവിടെ പറയണം? നടപടിക്രമങ്ങൾ ഇല്ലേ? ചുമ്മാ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ക്വാസി ഇല്ലേ, ഫെഡറൽ ദൃഢമുള്ളതാണ്, അയവുള്ളതാണ് ഇല്ലേ, ഉറപ്പും ബലവും ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് വേഗം ഭേദഗതി വരുത്താം, ചിലത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ചിലത് ഭേദഗതി വരുത്താൻ സാധിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുവാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഏത് ഭാഗത്താണ്? ഭാഗം 20-ലാണത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഭേദഗതികൾ വരുത്താൻ പറ്റും. കാരണം നമുക്ക് 42ാം ഭേദഗതി വരുത്തിയില്ലേ? അപ്പോൾ അതുപോലെ കുറേ ഭേദഗതികൾ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം വെക്കുമ്പോൾ അങ്ങനെ ഭേദഗതി വരുത്തണമെങ്കിൽ ചുമ്മാ നോക്കത്തില്ല. കുറേ നടപടിക്രമങ്ങൾ അതിന് വേണ്ടിയുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ആ നടപടിക്രമങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഭാഗം 20-ലാണത് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? 20-ലാണത് പറഞ്ഞേക്കുന്നത്. വെറുതെ നമുക്ക് പോയിട്ട് ഭേദഗതി വരുത്താൻ സാധിക്കില്ല. അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, നടപടിക്രമങ്ങളുണ്ടല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവം അത് 20-ആണെന്ന് ഓർത്ത്, ഭേദഗതി 20-ലൂടെ മാത്രം നടക്കുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഓക്കെ, കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്. ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ ബി 52-ാം ഭേദഗതി. നെക്സ്റ്റ് ചോദ്യം, താഴെ പറഞ്ഞ ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെൻറ്റ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഏതാണിത്? ഗോലക്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967 ആണ്. അതായത് പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഏത് കേസ് വന്നപ്പോഴാണ് പറഞ്ഞത്? ഗോലക്നാഥും മറ്റുള്ളവരും, അതുപോലെ അതിനെ വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനത്തെക്കുറിച്ച് വന്നപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ പാർലമെൻറ്റ് എന്ത് ചെയ്യില്ല അല്ലേ? പാർലമെൻറ്റിന് മാത്രമായിട്ട് വന്നിട്ട് മൗലിക അവകാശങ്ങളെ എടുത്തങ്ങ് ഭേദഗതി ചെയ്യാനൊന്നും വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ, പാർലമെൻറ്റ് വന്നിട്ട് ഈ മൗലിക അവകാശങ്ങളൊക്കെ എടുത്ത് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു അല്ലേ? ഏത് പ്രകാരം, ഏത് കേസ് വന്നപ്പോഴാണ്? ഗോലക്നാഥും മറ്റുള്ളവർ. ഗോലക്നാഥ് പഞ്ചാബ് സംസ്ഥാനം എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. 67-ലാണ് ഒന്ന് ഓർത്തിരിക്കുക, കുറച്ച് പഴയതുണ്ട് അല്ലേ? 67-ലാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, 73-ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ 75-ലെയാണ് 56. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, അത് തന്നെ ഇത് ഈ വർഷത്തെയാണ്. പ്രിലിം 1 2 നടക്കുന്നത്. 2 അപ്പുറവും ഇപ്പുറം എന്താണ് ക്വസ്റ്റ്യൻസ് മാറി വരും. ഒരേപോലെ വരുന്ന കണ്ടില്ലേ? സെയിം അല്ലെങ്കിൽ പോലും മാറുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതേപോലെ നമ്മളും പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഓൾ. അതാണ് പറഞ്ഞു വന്നത്. 73-ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഉത്തരം ഏതാണ്? ആർട്ടിക്കിൾ 40. ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 40. നെക്സ്റ്റ്,
ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതായിരുന്നു? ഉത്തരം വർത്തമാന പുസ്തകം. അത് ഗദ്യത്തിലാണ് അല്ലേ? ഗദ്യം മീൻസ് പദ്യം. ഗദ്യത്തിലാണ് വന്നത്. ഗദ്യത്തിൽ രചിക്കപ്പെട്ടതാണ് ഇത്. യാത്രാവിവരണമാണിത്. വർത്തമാന പുസ്തകം. വർത്തമാനം, യാത്ര, വർത്തമാനം. നെക്സ്റ്റ്, വർത്തമാനം പറഞ്ഞത് യാത്ര ചെയ്തപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ. നെക്സ്റ്റ്, ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? ഏതാണ് പരിഭാഷാ കൃതി? രാജരാജവർമ്മയുടെ പരിഭാഷാ കൃതി ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മേഘദൂതം. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ദ്വിതീയാക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട്, ദ്വിതീയാക്ഷരപ്രാസം ഇല്ല. 1895 രണ്ടാമത്തെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നു. ഇതില്ല സംഭവം. ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് 1895 ഒരു മിനിറ്റ്, AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതായിരുന്നു? മേഘദൂതം. അപ്പോൾ മേഘദൂതത്തിൽ എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്? അവിടെ ദ്വിതീയാക്ഷരപ്രാസം എന്ന സംഭവം അവിടെ ഇല്ല അല്ലേ? അതൊരു പരിഭാഷാ കൃതിയാണ് മേഘദൂതം എന്ന് പറയുക. പരിഭാഷാ കൃതിയാണെന്ത്? മേഘദൂതം എന്ന് പറയുക. AR രാജരാജവർമ്മയുടേതായിരുന്നു. ഓക്കെ, കേശവിയും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് കണ്ടുകെട്ടുക അല്ലേ? പണ്ടത്തെ സംഭവമാണ് കണ്ടുകെട്ടുക. ജപ്തി കൊണ്ടുപോകുന്ന പോലെ കണ്ടുകെട്ടുക വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം. ഈ കണ്ടുകെട്ടുക എന്ന് വേറൊരു വാക്ക് പറഞ്ഞ കേട്ടോ. കണ്ടുകെട്ടുക എന്ന് പറഞ്ഞ് ജപ്തി കൊണ്ടുപോകുന്നൊരു സംഭവമുണ്ട്. ഇവിടെ കണ്ടു കിട്ടിയതിൽ, കളഞ്ഞു കിട്ടിയതല്ല, കണ്ടെത്തിയതിൽ. ഓക്കെ, കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം ഏതാണ്? നമുക്കറിയാവുന്ന സംഭവമാണ്. ഇതാണിത്, എല്ലാവർക്കും അറിയാം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗജേന്ദ്രമോക്ഷം അല്ലേ? അതെവിടെയുള്ള? കായംകുളത്താണല്ലേ? കായംകുളത്താണത് ഉള്ളത്. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? മലയാള കവി ആരാണ്? വള്ളത്തോൾ അല്ലേ? ചെറുതുരുത്തിയിലാണ് ഈ സംഭവം ഉള്ളത്, വള്ളത്തോൾ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. പൊളിറ്റിക്സ് എടുക്കാൻ പോകും. പൊളിറ്റി എടുക്കുന്നത്, പൊളിറ്റി മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നതുകൊണ്ട് നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ സിവിക്സിൻ്റെ കഴിഞ്ഞ ദിവസം 38/24 ക്വസ്റ്റ്യൻ പേപ്പർ. സിവിക്സിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു, ഈ ഭാഗം നോക്കിയിട്ടില്ല. അതുകൊണ്ട് നോക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ കൂടുക. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഉത്തരം പറയാം. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമാണ്. സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്ത് ചെയ്യുന്നു? സർക്കാർ ചെലവ് കുറയ്ക്കുന്നു, നികുതികൾ ഉയർത്തുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഫാക്ടർ ചെലവിൽ GDP എന്നതിന് തുല്യമാണ്. ഏതിന് തുല്യമാണ്? ഫാക്ടർ ചെലവിൽ GDP ഏതിന് തുല്യമാണ്? ഉത്തരം നമുക്ക് എന്താ പറയാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി. വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികളാണ് വരിക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻസ് 17 18 ഇവിടെ നോക്കിയാൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് അങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതായിരുന്നു? GDP അറ്റ് മാർക്കറ്റ് പ്ലേസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇന്നലത്തെ അനുബന്ധമായിട്ട് ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് ചോദ്യം, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി അതാണ് 9ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ്, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയത്തിലാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഉത്തരം ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച്
താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? NEGP ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അതായത് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. NEGP ആണ്. വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമാക്കിയ NEGP ആണ്. നെക്സ്റ്റ് ചോദ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി ഉത്തരം ഇതിൽ പറഞ്ഞിരിക്കുന്നതല്ല. അതായത് സാമൂഹികവൽക്കരണത്തിൻ്റെയും സാമൂഹിക പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനങ്ങൾ വരുന്നു. രാഷ്ട്രീയ പാർട്ടിക്കാണ് സംയോജനത്തിൻ്റെ പ്രവർത്തനം വരുന്നു. രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനവും അവിടെ വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ ഓർക്കുമ്പോൾ തന്നെ സാമൂഹിക പ്രവർത്തനം തന്നെ ഓർത്ത് വെച്ചാൽ മതി. സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം കാഴ്ചവെക്കുന്നു. സംയോജനത്തിൻ്റെ പ്രവർത്തനമാണല്ലോ. ഒരാൾ തന്നെ ഇറങ്ങിയല്ല രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനവും കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇവിടെ നോക്കാം. ഇവിടെ പൊളിറ്റി കടന്നു വന്നു അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ കടന്നു വരുന്നു, പൊളിറ്റി കടന്നു വന്നു. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ് ശരി പ്രസ്താവന? ശരി പ്രസ്താവനയുടെ വായിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ മാത്രമാണ് ശരി പ്രസ്താവന. അതായത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു അല്ലേ? ഇവിടെ വായിക്ക് ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അത് ഏതിന് വിധേയമാണ്? ഏതിന് വിധേയമാണ്? ഏതിനാണ്? ഈ പൊതുക്രമത്തിനും ധാർമ്മികതയ്ക്കും ആരോഗ്യത്തിനും വിധേയമാണ്. ആർട്ടിക്കിൾ 26 എന്താണ്? മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഏതിനൊക്കെ വിധേയമായിരിക്കണം ഈ കാര്യങ്ങൾ? സ്വാതന്ത്ര്യം എന്ന് പറയുക, ഒരു പൊതുക്രമം ഉണ്ടായിരിക്കണം, അതിന് ധാർമ്മികത ഉണ്ടായിരിക്കണം, അതിന് മനസ്സിലായി. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അപ്പോൾ അതിന് ധാർമ്മികത ഉണ്ടായിരിക്കണം, ആരോഗ്യപരമായിരിക്കണം അല്ലേ? ആരോഗ്യപരം ആയിരിക്കണം. പൊതുക്രമം ധാർമ്മികതയും ആരോഗ്യപരവുമായിരിക്കണം എന്ത്? നമ്മുടെ 26-ാം ആർട്ടിക്കിൾ പ്രകാരമുള്ള ആ സ്വാതന്ത്ര്യം. നെക്സ്റ്റ് വൺ, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം ഏതാണ്? ഉത്തരം ഏതാണ്? അനുച്ഛേദം 48A-യും 51A-യുമാണ്. 48A-യും 51A-യുമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകുന്ന അനുച്ഛേദം. 48A 51A ഓർത്തിരിക്കുക. പരിസ്ഥിതി സംരക്ഷണമാണ്, വനം വന്യജീവിയാണെന്ന് ഓർത്തിരിക്കുക. 48 51 വനം വന്യജീവി എന്നൊക്കെ ഓർത്ത് വെക്കുക. പരിസ്ഥിതി സംരക്ഷണമാണ് ഏത്? 48A എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഓഫീസിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ പ്രസ്താവന പരിഗണിക്കുക. സ്പീക്കറെ നീക്കം ചെയ്യണം. എന്തൊക്കെ വേണം? പ്രസ്താവന നോക്കിയാലോ. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അടുത്തത്, പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. ഇതിലേതൊക്കെയാണ് ശരി? ഏതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞാൽ അല്ല, സ്പീക്കറെ നീക്കം ചെയ്യാൻ എന്തൊക്കെ വേണം? അപ്പോൾ എങ്ങനെയൊക്കെ സ്പീക്കറുടെ എന്താണ് പറയുക, അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇതിന് വ്യക്തമായ ഉത്തരമില്ല. അപ്പോൾ നമുക്ക് ഒരു സ്പീക്കറുടെ സ്ഥാനം എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം? അതായത് അദ്ദേഹത്തിന് ലോകസഭാ സ്പീക്കറല്ലേ വരിക. അപ്പോൾ അദ്ദേഹത്തിന് ലോകസഭാ അംഗത്വം ഇല്ലാതായാൽ എന്താവും? അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടാം. ഒരു പോയിന്റ് എന്താണ്? ലോകസഭാ അംഗത്വം ഇല്ലാതായാൽ സ്ഥാനം നഷ്ടപ്പെടാം. ഇനി ഡെപ്യൂട്ടി സ്പീക്കർക്ക് രാജി സമർപ്പിച്ചു കഴിഞ്ഞാലും അങ്ങനെ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ലോകസഭാ അംഗത്വം ഇല്ലാതായാൽ, ഡെപ്യൂട്ടി സ്പീക്കർക്ക് രാജി സമർപ്പിച്ചാൽ, പിന്നെ ലോക്സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പാസ്സാക്കിയ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കിയാൽ. അപ്പോൾ 14 ദിവസത്തെ മുൻകൂർ അറിയിപ്പ് നൽകിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അതായത് ലോക്സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാസ്സാക്കിയ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ മാറ്റാൻ കഴിയും. പക്ഷേങ്കിൽ 14 ദിവസത്തിന് മുൻപ് സംഭവം അറിയിപ്പ് കൊടുക്കണം.
ലോക്സഭാ സ്പീക്കറല്ലേ, അപ്പോൾ 14 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ നീക്കം ചെയ്യാമെന്നൊക്കെയുള്ള അറിയിപ്പ് കൊടുത്തിരിക്കണം. അപ്പോൾ അതാണ് ഈ ലോക്സഭാ സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ലോക്സഭ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല. മനസ്സിലായോ? പക്ഷെങ്കിൽ വന്ന് സംസാരിക്കാനും പങ്കെടുക്കാനും കഴിയുമെങ്കിലും അല്ല. ഇനി ഇവരുടെ അലവൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന എവിടെയാണ്? സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അവരുടെയൊക്കെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ അല്ലേ? അവർക്ക് ശമ്പളത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? 97 പറയുക. ഓക്കെ, 97. നമുക്ക് എന്താണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ? വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോകാം. കാസ്റ്റിംഗ് വോട്ട് എന്താണ്? ഭരണഘടനാപരമായ പ്രതിസന്ധി വരുമ്പോൾ, ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അത് പരിഹരിക്കാൻ സ്പീക്കർക്കുള്ള പ്രത്യേക വോട്ടാണ് കാസ്റ്റിംഗ് വോട്ട്. ഒരു ഭരണഘടനാപരമായ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്പീക്കർ പ്രത്യേക ഒരു വോട്ടുണ്ട് അല്ലേ? അതാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ. സ്പീക്കർ ടു കാസ്റ്റിംഗ് എന്ന് ഓർത്താൽ മതി. സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് എന്ന് ഓർത്താൽ മതി അല്ലേ? നീക്കം ചെയ്യുന്ന വന്നു നമുക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടിങ് ഏതാണ്? അദ്ദേഹത്തിൻ്റെ വോട്ട് കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് പരിഹരിക്കപ്പെടാം. അപ്പോൾ അത് ഏത് വോട്ടാണ്? കാസ്റ്റിംഗ് വോട്ടാണ്. ഒന്ന് ഓർത്ത് വെക്കാമല്ലോ. അടുത്ത ചോദ്യം, 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം എന്തൊക്കെയാണ്? 106 എന്ന് പറയുമ്പോൾ ഉത്തരം ഏതാണ്? 1ഉം 2ഉമാണ് അല്ലേ? 106. അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ആണ്. അതുപോലെ ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 106 ഭരണഘടനാ ഭേദഗതി അറിയാമല്ലോ. 106 ഭരണഘടനാ ഭേദഗതി 91 പഠിച്ചിരുന്നു അല്ലേ? 52 പഠിച്ചു, 73 പഠിച്ചു, 74 ഏതാണ്? മുനിസിപ്പാലിറ്റിയാണ്. 74 ഏതാണ്? മുനിസിപ്പാലിറ്റികളുടെയാണ് 74 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 106 ഭരണഘടനാ ഭേദഗതി കൂടി നോക്കാം. 106 ഭരണഘടനാ ഭേദഗതി, അത് ശരിക്കും ഈ നിയമം എന്താണ് ചോദിക്കാൻ എപ്പോഴും ചാൻസ് അല്ലേ? നാരി ശക്തി വന്ദൻ അധിനിയം. ലോക്സഭ, നിയമസഭ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ 33% വനിതാ സംവരണം ഉറപ്പാക്കുന്ന നിയമമാണ് ഇത്. 106. ലോക്സഭ, നിയമസഭ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ 33% വനിതാ സംവരണം ഉറപ്പാക്കുന്ന നിയമമാണത് 106 ഭരണഘടനാ ഭേദഗതി വരുന്നത്. അതായത് നാരീശക്തി വന്ദൻ അധിനിയം. 106. നാരീശക്തി വന്ദൻ അധിനിയം 106. 33% അല്ലേ? 106, 6ൻ്റെ പകുതി 33, 3 + 3 6. 33% വനിതയാണെന്ന് ഓർത്താൽ നമുക്ക് എന്തോ കിട്ടുന്നുണ്ട്? നാരീശക്തി വന്ദൻ അധിനിയം. ഒരു ക്ലൂ ഇങ്ങനെയാണ്. 106, 6ൻ്റെ പകുതി ഞാൻ അവിടെ നിന്ന് ആലോചിക്കുന്നത് 6ൻ്റെ പകുതി 3 അല്ലെങ്കിൽ 3, 3, 6. 3 + 3 6. 33%. 33 ആർക്ക് കിട്ടും? വനിതയ്ക്ക് കിട്ടും. അപ്പോൾ എന്താ? നാരീശക്തി വന്ദന അധിനിയം അല്ലേ? അങ്ങനെയൊക്കെ ഓർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 106 ഭരണഘടനാ പദ്ധതി പ്രകാരം കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ്? 330A ഉണ്ട്, അതുപോലെ 332A ഉണ്ട്. 330A എന്താണ്? 330A എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ വനിതാ സംവരണം ഉറപ്പാക്കുന്നു. ലോക്സഭയിൽ വനിതാ സംവരണം ഉറപ്പാക്കുന്നു അല്ലേ? സ്ത്രീകൾക്ക് സീറ്റുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ 332A എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ലോക്സഭയിലാണ്. നമ്മൾ ഇപ്പോൾ ലോക്സഭയിൽ 30 ലോക്സഭയിലാണ്. 32 സംസ്ഥാന നിയമസഭയിൽ വനിതാ സംവരണം ഉറപ്പാക്കുന്നതാണെന്ത്? 332A. ഓക്കെ അല്ലേ? സംസ്ഥാന നിയമസഭയിൽ. അപ്പോൾ അതാണെന്ത്? 106 ഭരണഘടനാ ഭേദഗതി അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A എന്ന് പഠിച്ചില്ലേ? ആ സംഭവം എന്താണ്? 239A എന്നൊക്കെ പറയുന്ന സംഭവം എന്താണ്? എന്തുവാ അത്? 239A എന്ന് പറയുമ്പോൾ അതിന് A clause 2 ഉണ്ട്, BA ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൽഹി നിയമസഭയിലെ വനിതാ സംവരണം. ഡൽഹി നിയമസഭ വനിതാ സംവരണമാണൊക്കെ എന്ത്? 239A എന്ന് പറയാം കേട്ടോ. ഡൽഹി നിയമസഭയിലെ വനിതാ സംവരണമാണ് 39. ഓക്കെ, അപ്പോൾ ഡൽഹി കണക്ട് ചെയ്താണ് 239A വരിക. അപ്പോൾ 106 എന്ന് പറയുമ്പോൾ 33% അല്ലേ വനിതകൾക്ക് ആണ് ലോക്സഭയിലും നിയമസഭയിലും എല്ലായിടത്തുമുള്ള സംഭവം അല്ലേ? വനിതാ സംവരണം കൊടുക്കണമെന്ന് പറയുന്നതാണ്
നാരീശക്തി വന്ദന അധിനിയം എന്ന് ഓർക്കാം. 330 എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ വനിതകൾക്ക് സംവരണമുണ്ട്. 32A 332 332A എന്ന് പറയുമ്പോൾ സംസ്ഥാന നിയമസഭയിൽ അവർക്ക് അംഗത്വമുണ്ട് അല്ലേ. വനിതാ സംവരണം വേണം. ഇനി 39A ഉണ്ട്, A2 ക്ലോസ് ഒക്കെ ഉണ്ട് കേട്ടോ. A2 ക്ലോസ് ഉണ്ട്, BB ഉണ്ട്, BA ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്താണ് ഡൽഹിയെ പറ്റി, ഡൽഹി നിയമസഭയെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. അവിടെ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം, സംവരണം വേണമെന്ന് പറയുന്ന കാര്യമാണ് വരിക. അപ്പോൾ ഓർത്തിരിക്കുക, 106 വരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്? 139 അല്ലേ, 39 ഓർക്കാം. 6 × 6 + 3 ഒക്കെ ഓർക്കാം. നെക്സ്റ്റ് 330 ഉണ്ട്, 332A ഉണ്ട്. ഓക്കെ, നല്ല ക്ലൂ ഒക്കെ വെച്ച് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് പൊളിറ്റി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ലെങ്തി ആയാലും ബുദ്ധിമുട്ടല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്നുള്ളൊരു 38/24 ഒക്കെയുള്ള നല്ല ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, നിങ്ങൾക്കത് ഇട്ട് തരാം. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ.